താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് 6-ാം ദിവസം, അതെ, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ എന്താ സന്തോഷം ഇല്ലെന്നോ? ആ, പലർക്കും സന്തോഷമില്ല. വിളിക്കുമ്പോൾ എനിക്കറിയാം. മനസ്സിലായില്ലേ? അതെ, പരാതിയാ, പരിഭവം പറച്ചില്ല. ദേവദാസനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഉച്ചവരെയൊക്കെ കഷ്ടിച്ച് ഉപവസിക്കാൻ പറ്റും, ഒരു ദിവസമൊക്കെ മാക്സിമം. ഇത്രയും ദിവസമൊക്കെ പറ്റത്തില്ലെന്നേ. ഞങ്ങളുടെ ശരീരം അതിന് സമ്മതിക്കത്തില്ല, ഞങ്ങളുടെ സാഹചര്യമൊക്കെ അതവിടെ നിൽക്കട്ടെ, ശരീരം അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ പലരും ചിന്തിക്കുന്നേ, എൻ്റെ ശരീരം ഏപ്രിൽ 9-ാം തീയതി എനിക്ക് സമ്മതപത്രം എഴുതി തന്നിട്ടാണ് ഞാൻ ഉപവസിക്കാനിരിക്കുന്നതെന്നാ. സമ്മതിക്കത്തില്ല, എൻ്റെ ശരീരവും സമ്മതിക്കത്തില്ല. അയ്യോ, 10-ാം തീയതിയും 11-ാം തീയതിയും ഒക്കെ ശരീരം നടത്തുന്ന പരാക്രമങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരു 3 ദിവസം കഴിഞ്ഞാൽ ശരീരം പിന്നെ എൻ്റെ മനസ്സ് പറയുന്നത് പോലെ കേൾക്കും. ആദ്യത്തെ ഒരു പാട് ഈ ശരീരത്തൊന്ന് മെരുക്കിയെടുക്കാൻ, അതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു വെപ്രാളമുണ്ട് ശരീരത്തിന്. അത് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. പറ്റത്തില്ല, ശരീരം അനുവദിക്കത്തില്ല. അനുവദിപ്പിക്കാം. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്, ഒപ്പം ഒരു ദുഃഖവും വരും. ദുഃഖം എന്താണെന്ന് പറയാം, സന്തോഷം എന്താണെന്ന് അറിയാമോ? നിങ്ങളിൽ എത്ര പേർ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്? ചുരുക്കം ചിലരാ. നിങ്ങളെപ്പോലെ ഒത്തിരി പേർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു. താങ്ക് ഗോഡ്. അതൊരു സന്തോഷമല്ലേ? പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും അല്ല, ഏകദേശം 7 വർഷമായി ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുക. ഒരുമിച്ച് ഒത്തിരി പേർ നേരത്തെ തന്നെ ലീവൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ ഉപവസിക്കുന്നവരുണ്ട്. വിശ്വാസികളായവർ മാത്രമല്ല, മറ്റു ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ. ആ സന്തോഷം, അയ്യോ, അത് അനുഭവിച്ചവനെ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു ലഘുലേഖ, അതായത് ട്രാക്റ്റ് കൊടുക്കാൻ ഒരു ഇതര മതസ്ഥൻ്റെ ഭവനത്തിൽ കടന്നുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ യേശുവിനെ കുറിച്ച് പറയാനോ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമുള്ളൊരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നു. കാലം മാറാൻ പാടില്ലെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാലം മാറും, കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് ഇതിങ്ങനെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഒരു സമയത്തും ഇതര മതസ്ഥരായ ഒത്തിരി പേർ ഞങ്ങൾക്കൊപ്പം അല്ല, നമ്മൾക്കൊപ്പം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചിട്ട്. അവർക്ക് പരസ്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും പറ്റുമോ അതും അറിയത്തില്ല. പക്ഷേ അവരുടെ ഹൃദയം അവർ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവർ ഉപവസിക്കുന്നുണ്ട്. ആ സന്തോഷത്തിൻ്റെ കാരണം അവരെ എനിക്കൊപ്പം ഉപവസിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, അനുകൂലമല്ലാത്ത സാഹചര്യത്തിലുള്ള അവരുടെ ഉപവാസം ശക്തിയേറിയത്. അവിധത്തിൽ ഉപവസിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. സാഹചര്യം അനുകൂലമല്ല, ഒപ്പം നിൽക്കുവാൻ ആരുമില്ല. ഉപവസിക്കുന്നുവെന്ന് അറിഞ്ഞാൽ, എന്തിന് പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്നു എന്ന് അറിഞ്ഞാൽ പോലും മുട്ടുകാലിൻ്റെ ചിരട്ട തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിപ്പോയ ഭർത്താവിനെ പേടിച്ചായിരിക്കുന്ന സഹോദരി നിന്നോടാ. നിന്റെ ഉപവാസം അത് വേറൊരു ലെവലാ. ആമേൻ, സ്തോത്രം. അത് നീ പ്രതീക്ഷിക്കുന്നതെല്ലാം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ മുറിക്കകത്ത് കൊണ്ടുവരുമെന്നല്ല, നിനക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്തതിനെ നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിപ്പിക്കും. അതെ, ആ പ്രാർത്ഥനയും ഉപവാസവും. സഹോദര, ആ ജോലി സ്ഥലത്ത് ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരുന്നിട്ടും പ്രാർത്ഥനയോടെ നീ ആയിരിക്കുന്നുണ്ട്. സഹോദരി, അവിടെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ളത് ചെയ്യുവാൻ പോകുക. താങ്ക് ഗോഡ്. സഹോദരി, നിന്റെ ഭവനത്തിനകത്ത് ഭർത്താവ് അറിയാതെ, ഭർത്താവിൻ്റെ വീട്ടുകാരറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഉപവസിച്ച് നീ ആയിരിക്കുന്നുണ്ട്. കേൾക്ക്, നിന്റെ സ്വപ്നത്തിലെത്താത്തത് എൻ്റെ കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നഷ്ടപ്പെട്ടു പോകുമെന്ന് ലോകം പറഞ്ഞ നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ തരിക. മാതാവേ, പിതാവേ, ഒരു സാധ്യതയുമില്ല. ഉപവസിക്കുന്നത് അറിഞ്ഞാൽ മതി, പിള്ളേർ ചാടിപ്പോകും. ഔവിധത്തിൽ തെറുതെറ നിൽക്കുകയാണ്.
ആമേൻ. അവനൊക്കെ വീട്ടിൽ കയറാൻ പോവുക. ഓ സ്തോത്രം. ആമേൻ ആമേൻ. ഏതെങ്കിലും സമയത്തല്ല നീ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നിന്റെ തലമുറകൾ നിന്റെ ഭവനത്തിനകത്ത് യേശുവിൻ നാമത്തിൽ കാട്ടിലും മേട്ടിലും അലയുന്നത് പോലെ പുറത്താ പിള്ളേർ. എവിടെയാണെന്ന് അറിയത്തില്ല, ഏത് സാഹചര്യത്തിലാണെന്ന് അറിയത്തില്ല. ആ ഭയപ്പാടിന് ഈ ഉപവാസവും പ്രാർത്ഥനയും അറുതി വരുത്തുവാൻ പോകുക. അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഉപവസിക്കുന്ന ചിലരെ സ്തോത്രം കർത്താവിന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ആമേൻ. നിങ്ങളുടെ ചിന്തയിലെത്താത്തത് നൽകി കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോകുക. അപ്പോൾ സന്തോഷം ഇതൊക്കെയാണ്. ഇനി ദുഃഖം എന്താണെന്നറിയാമോ? 21 ദിവസം ഇതാന്ന് പറയുമ്പോൾ അങ്ങ് പോകും. 6 ഇനി ദിവസം പോവാൻ പെട്ടെന്ന് അങ്ങ് പോകും. എന്താ പിന്നെ അങ്ങ് നിർത്താതിരുന്നൂടെന്നാ? ഭാര്യ വഴക്കുറങ്ങി. അമ്മേൻ. ഇപ്പോൾ മോനും കൂടെ വഴക്കുറങ്ങി. 2 പിള്ളേരായി. ഈ ആവശ്യമില്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ 21 ദിവസം ആകുമ്പം നിർത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട, നിങ്ങൾ ഉപവസിച്ച് തുടങ്ങുക. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. അതുപോലെ മറക്കണ്ട, നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഒറ്റയ്ക്കാണ്. ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആരുമില്ല. അങ്ങനെ പ്രൈസർ ഫാമിലിയുടെ ഉപവാസം നിങ്ങൾക്കൊപ്പം ഒരു ദിവസം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ഒരു ദിവസം നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഈ 6ാമത്തെ ദിവസം കഴിഞ്ഞ രാത്രിയിൽ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങളെ നോക്കി പ്രവചിക്കുവാൻ, ചിലത് പ്രവചിക്കുവാൻ. ആ പ്രവചനം ആരുടെ ജീവിതത്തിൽ നിവർത്തിയാകും? 1ാമത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടു. ആ പ്രവചന ശബ്ദം അത് ശബ്ദമായി കേൾക്കുന്നവരുടെ ജീവിതത്തിലല്ല, അത് കാണുന്നവരുടെ ജീവിതത്തിൽ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുമ്പോൾ, അതെ ഈ ഉപവാസത്തിൻ്റെ 6ാമത്തെ ദിവസം ഞാൻ നിങ്ങളോട് പ്രവചിക്കുമ്പോൾ ആ പ്രവചനം വിശ്വാസത്താൽ കാണുന്നവരുടെ ജീവിതത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഓ താങ്ക് യു ലോർഡ്. ഇത് ആദ്യമായി എന്നോട് കർത്താവ് പറയുന്നതല്ല, നിങ്ങളോട് പ്രവചിക്കുവാൻ പറയുന്ന വചനം വച്ച് പ്രവചിക്കുവാൻ, വചനത്തിലൂടെ പ്രവചിക്കുവാൻ. ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരൻ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ അദ്ദേഹം ഒരു ഷോപ്പ് തുടങ്ങി. ഒരു ഫാൻസി ഷോപ്പാണ്. ഒരു ഗ്രാമപ്രദേശം, അത് വളർന്ന് പട്ടണമായിക്കൊണ്ടിരിക്കുന്നു. നല്ലവരായ അയൽക്കാരുടെയും ഒപ്പമുള്ളവരുടെയൊക്കെ സഹകരണം കൊണ്ട് ആ പുള്ളിക്കാരൻ്റെ ഫാൻസി ഷോപ്പ് പൂട്ടി എന്ന് പറഞ്ഞാൽ ഷട്ടർ ഇട്ടില്ല, ഫാൻസി ഷോപ്പ് പൂട്ടി. പകരം പുള്ളി മറ്റൊരു ഷോപ്പ് തുടങ്ങി. നല്ലവരായ നാട്ടുകാർ പിന്നെയും ഒപ്പം നിന്നു സഹകരിച്ചതുകൊണ്ട് ആ ഷോപ്പും പൂട്ടി. പിന്നെയും അദ്ദേഹം മറ്റൊരു ഷോപ്പ് തുടങ്ങി. കാരണം മറ്റൊരു നിവർത്തിയുമില്ല. കൊറോണയിൽ കിട്ടിയ ഒരു പണിയുടെ ബാക്കി പത്രത്തെക്കുറിച്ചാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ആ സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ദേവദാസനെ ഒന്നും ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ഒരു വിധത്തിലും ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. ഒരു വിധത്തിലും ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല. ഉള്ളതെല്ലാം വിറ്റുപിറക്കി കടം വാങ്ങി പലിശയ്ക്കെടുത്ത് ഒരു ജോലിക്കായിട്ട് കടന്നുപോയി. അവിടെ കിടന്ന് അനുഭവിക്കുന്ന പെടാപ്പാട് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അല്ലേ സഹോദര സഹോദരി? അവിടെ എത്തിപ്പെട്ടില്ല. അതിനു മുമ്പേ വീട്ടിൽ വരുത്തുമെന്നും പറഞ്ഞ് അതിനുവേണ്ടി വാശി പിടിച്ച് നടത്തുന്ന കുറേ എണ്ണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇല്ലാത്തതും പൊല്ലാത്തതും കുടുംബത്തോട് പറഞ്ഞു കൊടുത്ത് ഭാര്യ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടേ. ഇപ്പോൾ ഭാര്യയ്ക്കൊരു ഇരിക്കപ്പുറതിയില്ല. കേട്ട് അവൾക്കിപ്പോൾ മനസ്സിലായി, ഭർത്താവിന് ജോലിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കൂടെ കാണുമല്ലോ. അവ്യതത്തിലാണ് പറഞ്ഞ് കയറ്റി കൊടുത്തിരിക്കുന്നത്. സഹോദരി, നീ കേൾക്കുന്നത് പലതും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. നിൻ്റെ ഭർത്താവ് വേലയും കൂലിയില്ലാതെ വീട്ടിൽ വന്ന് ഇരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഭർത്താവിനെ വിളിച്ചു വരുത്തി വീട്ടിൽ നിന്ന് നരകിക്കുന്ന ഒത്തിരി സഹോദരിമാരെ പ്രൈസർ ഫാമിലിക്ക് അറിയാം. അതുകൊണ്ട് പറയുക, കേൾക്കുന്നതെല്ലാം നല്ലതിനല്ല. ആമേൻ. ആ വിദേശത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഭർത്താവിൻ്റെ കഷ്ടപ്പാട് തിരിച്ചറിയുക. മിസ് കോൾ അടിച്ച ഉടനെ തിരിച്ച് കോൾ വന്നില്ല, വിളിച്ച ഉടനെ എടുത്തില്ല. പറഞ്ഞുതരാൻ ആളുണ്ട്, വേറെ ബന്ധമുണ്ട്, അവിടെ പോയവരെല്ലാം അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് വലിച്ച് കൊണ്ടുവരാൻ വേണ്ടി. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. മന്ത്രവാദവും ആഭിചാരവും നേർച്ച കാഴ്ചകളും എങ്ങനെയെങ്കിലും വീട്ടിൽ ഒതുക്കി കൂട്ടും. പുറത്തിറങ്ങി നേരവേ ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല. ജോലിയും കൂലിയില്ലാതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കണം. ആ കടവരാന്തയിലിരുന്ന് ആ ടീമുകൾക്കൊപ്പം ഇരിക്കണം. സഹോദരി, ഒരു വിധത്തിലാണ് കഷ്ടപ്പെട്ട് കെട്ടിച്ച് വിട്ടേ.
വീട്ടുകാർ ഒത്തിരി കരഞ്ഞു, നീ ഒത്തിരി സഹിച്ചു. ഇപ്പോൾ കെട്ടും കെട്ടി വീട്ടിൽ പോയിരിക്കേണ്ട സാഹചര്യമായിരിക്കുന്നു. ജീവിക്കാൻ വിടത്തില്ല എന്ന് അതിനകത്തും അവിടെ നിന്നും അങ്ങനെ അവളിപ്പം പോയി സന്തോഷമായി ജീവിക്കണ്ട. അവർ വിചാരിക്കുന്നത് നീ എവിടെ അങ്ങ് സുഖിച്ച് സന്തോഷമായി ജീവിക്കുന്നത്, നീ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നിനക്കേ അറിയത്തുള്ളൂ. സഹോദര, കുടുംബമായി സന്തോഷമായി ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല, തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല, ഒരു കച്ചവടം ചെയ്ത് ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല, മക്കളെ നേരാവണ്ണം പഠിപ്പിക്കുവാൻ സമ്മതിക്കത്തില്ല. എന്തോ കയ്യിലുണ്ടായിരുന്നത് പതുക്കി വെച്ചിരുന്നത് പുറത്തെടുത്ത് മക്കളെ അങ്ങ് വിട്ട് പഠിപ്പിക്കുന്ന, കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും ആഹാരം കഴിക്കാതെയും ഒക്കെ. അതവർക്ക് മനസ്സിലാകത്തില്ല, സമ്മതിക്കത്തില്ല, വലിച്ചുകൊണ്ട് പോവുക മോശം കൂട്ടുകെട്ടുകളിലേക്ക്, മോശം സ്വഭാവങ്ങളിലേക്ക്. എന്തിനാ അവരുടെ ബുദ്ധിയെപ്പോലും കെട്ടി നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതാൻ കടന്നുപോയി പരീക്ഷ എഴുതുവാൻ കഴിയാതെ, പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങുവാൻ കഴിയാതെ തലകുരിച്ചായിരിക്കുന്ന മക്കളോടൊത്ത് ചോദിക്കുന്നുണ്ട്. ചേർന്നിരുന്നു മക്കളോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, ഇതെന്താ, നീ ഞങ്ങളെ ചതിച്ചോ? ചതിച്ചത് അവനല്ല, തിരിച്ചറിയാം. അവന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ വിചാരങ്ങളുടെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും മേലുള്ള പൈശാചികം ക്ഷുദ്രപ്രയോഗങ്ങൾ, അവന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ വിചാരങ്ങളെയും ക്ഷുദ്രപ്രയോഗങ്ങളെയും തുടർന്നുള്ള പൈശാചിക മണ്ഡലം അവൻ്റെ ബുദ്ധിയെ കെട്ടി പഠിച്ചതൊന്നും ഓർത്തെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ പരീക്ഷാ ഹാളിൽ വിയർത്ത് തളർന്ന് ഭവനത്തിൽ തിരികെ വന്ന് മുറിക്കകത്ത് കയറി കഥകടച്ച് കരയേണ്ട അവസ്ഥ സംജാതമാക്കിയ ആ പൈശാചിക മണ്ഡലം ഒന്നും ചെയ്യുവാൻ സമ്മതിക്കത്തില്ല. എന്തിന് പ്രാർത്ഥിച്ചു പുറത്തു വരുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രാർത്ഥനയെപ്പോലും കെട്ടി പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ തന്നെ. നീ പ്രാർത്ഥിച്ചാൽ, നീ ആരാധിച്ചാൽ നിന്നിലുള്ള ഒരു അഭിഷേകം തിരിച്ചറിഞ്ഞുകൊണ്ട്, ചിലർ നിന്നെ ശ്രദ്ധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നിന്നിലൊരു വേലയുണ്ട്, കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് കെട്ടിബന്ധിച്ചൊതുക്കി കൂട്ടിയ അവസ്ഥകൾ അത് തന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആ സഹോദരൻ ഇത് സങ്കടത്തോടെ പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പ്രവചിക്കുവാൻ പറഞ്ഞ ആ വചനത്തിലൂടെ ആ സഹോദരനോട് പ്രവചിക്കുവാൻ പറഞ്ഞു. ആ സഹോദരനോട് ഞാൻ ആ വചനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറഞ്ഞു, നിങ്ങളോടും കൂടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം, ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര, ഇനി ദൈവം പ്രവർത്തിക്കും, ആര് തടുക്കുമെന്ന് നോക്കാം. നീ 3 തവണ നീ പ്രവർത്തിച്ചു, തടുക്കേണ്ടവർ തടുത്തു, വ്യക്തികൾ തടുത്തു, ആ വ്യക്തികളെ നിനക്ക് വിരോധമാക്കി നിർത്തിയ പൈശാചിക മണ്ഡലം തടുത്തു, നേർച്ച കാഴ്ചകൾ തടുത്തു, അസൂയകൾ തടുത്തു, വിടക്ക് കണ്ണുകളും ദൃഷ്ടിദോഷങ്ങളും തടുത്തു. ഇനി ദൈവം പ്രവർത്തിക്കും, ഇനി ദൈവത്തിൻ്റെ ചാൻസ് ആണ്, നീ മാറി നിൽക്ക്, ദൈവം പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന് നോക്കാം. ആ സഹോദരൻ ആ പ്രവചന ശബ്ദം കേൾക്കുകയല്ല, ആ മനുഷ്യൻ വിശ്വാസത്താൽ കണ്ടു. ആ സഹോദരൻ തുടർന്ന് എന്നോട് പറഞ്ഞതാണ്, ദൈവദാസനെ, നിങ്ങൾ ആ വാക്യം വായിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അത് ഞാൻ കേൾക്കുകയല്ല, ഞാൻ കണ്ടു എൻ്റെ ആ ഷോപ്പ് ദൈവം നടത്തുന്നത് ഞാൻ കണ്ടു. ഓ താങ്ക് ഗോഡ്. ഇനി അതിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആരും നിൽക്കണ്ട. ഓ, ദൈവത്തിന് ഷോപ്പ് നടത്തക്കമല്ലേ പണിയെന്ന്, ദൈവം വേണമെങ്കിൽ ഷോപ്പ് നടത്തും ഭക്തന് വേണ്ടി. ആ മനുഷ്യൻ കണ്ടു ദൈവത്തിൻ്റെ വചനത്തെ, ആ മനുഷ്യൻ കണ്ടു പ്രവചന ശബ്ദത്തെ, ആ മനുഷ്യൻ കണ്ടു. അവന് വേണ്ടി ആ ദേശത്ത് ദൈവം ഷോപ്പ് നടത്തുന്നു. ഫലമോ 3 തവണ പൂട്ടിപ്പിച്ചവരുടെ മധ്യത്തിൽ 3 കടമുറി എടുത്ത് ആ കച്ചവടം ചെയ്ത് ആ സ്ഥലത്ത് ആ സഹോദരൻ ജീവിക്കുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായിട്ട് തന്നെ ഇന്ന് അതെ ആ പ്രവചന ശബ്ദം നീ കാണുമെങ്കിൽ, അതെ നീ വിശ്വാസത്താൽ കാണുമെങ്കിൽ, ആർക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. സഹോദര, ആ തൊഴിലിടത്തിൽ നിന്റെ പ്രവർത്തികൾ തീർന്നിരിക്കുന്നു. നിനക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം നീ ചെയ്തു. ഇതുവരെ ഒന്നും ആകുവാൻ കഴിഞ്ഞിട്ടില്ല, വേണ്ടതൊന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, കടം പോലും തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ബാധ്യതക്കാരനായി നീ ആയിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. യേശുവിൻ നാമത്തിൽ നിന്റെ പ്രവർത്തികൾ ഫലപ്രാപ്തിയിൽ എത്താതെ വണ്ണം തടസ്സപ്പെടുത്തിയ അതേ ശത്രുവിന് മുമ്പിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ആ തൊഴിലിടത്തിൽ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. പരാതി കേട്ട് നിന്നെ കൊണ്ട് ഈ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല, ഈ ജോലി നിനക്ക് നല്ലവണ്ണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, നീ പൊയ്ക്കോ, പറ്റത്തില്ലെങ്കിൽ പൊയ്ക്കോ എന്ന്
പറഞ്ഞ് നിന്നെ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുടെ മധ്യത്തിൽ നിനക്കൊപ്പം നിന്ന് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നീ വിശ്വാസത്താൽ കാണ് ആ സ്ഥാപനത്തിൽ സ്തോത്രം കർത്താവ് നിനക്കൊപ്പം നിന്ന് ജോലി ചെയ്യുവാൻ പോകുക നിനക്ക് വേണ്ടി. ഓ താങ്ക് ഗോഡ്, എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. സഹോദരി, ആ ഹോസ്പിറ്റലിൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ഒപ്പമുള്ളവരുടെ പരിഹാസവും നിന്നെയും കേട്ട് തലകുനിഞ്ഞായിരിക്കുന്നുവോ, കേൾക്ക്, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, നിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. തടുക്കുന്ന പിശാചിനോട് കർത്താവ് എതിർത്ത് നിൽക്കുവാൻ പോകുക. ആമേൻ. യേശുവിൻ നാമത്തിൽ. വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് നിനക്ക് വിരോധമായി അവിടെ ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളെ സംജാതമാക്കുന്ന, തിരികെ വരുത്തുമെന്ന് വാദിച്ച് അവകാശം പറയുന്ന അതേ വ്യക്തികൾക്ക് തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുക. സഹോദരി, നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ആമേൻ. പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. നിന്റെ ഭർത്താവ് നിന്നിൽ നിന്ന് അകന്നുപോയി, ചേർത്ത് നിർത്തേണ്ടവർ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നതിന് പകരം അകറ്റിക്കളയുന്ന, കൊത്തി ഓടിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നു. അതേ, അവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ആർ തടുക്കും. ആമേൻ. നിന്നോട് ആർ തടുക്കും. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. സഹോദര, എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. നിന്റെ ഭാര്യ അല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തകർന്നു പോയതിനെ പണിതുയർത്തുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് പ്രവർത്തിക്കുക. ഇനി ആർ തടുക്കും? ഓ താങ്ക് യു ലോർഡ്. എൻ്റെ കർത്താവ് ചോദിക്കുക. ഓ ആമേൻ. എൻ്റെ കർത്താവ് ചോദിക്കുക. അവൻ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. ആരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഇനി പ്രവർത്തിക്കുന്നതൊക്കെ അവർക്ക് ദോഷമായി മാറുന്നു എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ, കേൾക്ക്, എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ആ രാജ്യത്ത് തുടരുവാൻ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ, അതെ, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതിന് തക്കവണ്ണം എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. അവർക്കൊപ്പം നിന്ന് ഓ സ്തോത്രം ആ രാജ്യത്തിൽ ആ കോഴ്സ് പൂർത്തിയാക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടുക. അവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചിലരോട് ഇടപെടുക. ഓ സ്തോത്രം. ആമേൻ, ആമേൻ. ആ തടസ്സങ്ങളെ കർത്താവ് മാറ്റുക. എതിർത്ത് നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ എൻ്റെ കർത്താവ് തച്ച് തകർക്കുക. പുറത്ത് വിടത്തില്ല എന്ന്, നന്മ കാണിക്കത്തില്ല എന്ന് നിന്റെ തലമുറകളെ മേൽ അവകാശം പറഞ്ഞ് പോരടിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും, ആഭിചാരങ്ങൾ, ക്ഷുദ്ര പ്രയോഗങ്ങൾ, നേർച്ച കാഴ്ചകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുക. ആമേൻ. യേശു പ്രവർത്തിക്കുക. ആമേൻ, ആമേൻ. ഓ സ്തോത്രം. തടുക്കുന്നവർ വരട്ടെ. എൻ്റെ യേശു പ്രവർത്തിക്കുക. ആമേൻ. ഇന്നലകളിൽ തടുത്തവർ കണ്ട് ലജ്ജിക്കുവാൻ തക്കവണ്ണം സ്തോത്രം. പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ പരാജയത്തിൽ ഒതുക്കി കൂട്ടിയവർ കണ്ട് ലജ്ജിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുക. അതേ സഹോദരി, എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ആശുപത്രി കിടക്കയിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ഡോക്ടർ പ്രവർത്തിച്ച് നിർത്തിയ സ്ഥാനത്ത് നിന്ന് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് അതേ വീട്ടിൽ നീ ഭാരത്തോടെ ആയിരിക്കുന്നു. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല. കർത്താവ് പ്രവർത്തിക്കുക. നിന്നെ സൗഖ്യമാക്കി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുക. ആ സൗഖ്യത്തെ തടഞ്ഞു വയ്ക്കുന്ന പിശാചിനെ തകർത്തുകൊണ്ട് എൻ്റെ ദൈവം പ്രവർത്തിക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഇനി ചികിത്സ കർത്താവ് ചെയ്യും. ആമേൻ. ഇനി ട്രീറ്റ്മെന്റ് കർത്താവിൻ്റെതാ. ആമേൻ. ഇനി നീ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴി എൻ്റെ കർത്താവ് തുറക്കും. തലകുനിഞ്ഞ് നിരാശയോടെ വേദനയോടെ നിന്നത് മതി. എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. ആര് തടുക്കും? ആമേൻ. വഴികളെ അടച്ചു കളയുന്ന ആര് തടുക്കും? നിനക്ക് ലഭിക്കേണ്ടതുപോലും നിനക്ക് ലഭിക്കരുതെന്ന് പറഞ്ഞ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിനക്ക് വിരോധമായി നിൽക്കുന്ന ആർ തടുക്കും? ആമേൻ, ആമേൻ. തടുക്കുവാൻ എഴുന്നേൽക്കുന്നവനെ തകർത്തുകൊണ്ട് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ആ ലോൺ സാങ്ഷൻ ആവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു ലോർഡ്. ഓ ആമേൻ, ആമേൻ. നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളഞ്ഞ, പ്രാർത്ഥിച്ച് മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ശുശ്രൂഷയെ പോലും കെട്ടി, ദർശനങ്ങൾ കാണുന്ന കാഴ്ചയെ നഷ്ടപ്പെടുത്തിയ നിന്റെ നാവിന്മേൽ കെട്ടി പ്രവചിച്ചതാ നീ. ആ പ്രവചനത്തെ കെട്ടിക്കളഞ്ഞ ആ മണ്ഡലം യേശുവിൻ നാമത്തിൽ, ആ പൈശാചിക മണ്ഡലത്തെ എൻ്റെ കർത്താവ് തകർക്കുക. ഇനി നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. താങ്കിലോട്. ആരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കുന്നതൊക്കെ നല്ല കാര്യത്തിന്. ആ സഹോദരൻ കടപൂട്ടി പോകുവാൻ വേണ്ടി പ്രവർത്തിച്ചതുപോലെ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അവിധത്തിൽ സങ്കടപ്പെട്ടായിരിക്കുന്നുവോ? സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കർത്താവ് പ്രവർത്തിക്കും. അതെ, ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടാ കർത്താവ് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് 43-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കി. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നേ? ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ശത്രുവിൻ്റെ പ്രവർത്തികൾ നിമിത്തം ഭയപ്പെടേണ്ട. നിന്നെ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഒതുക്കി കൂട്ടുന്ന ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട. എൻ്റെ ദൈവം പ്രവർത്തിക്കും. ആമേൻ. ആർക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും. ആ ദൈവപ്രവൃത്തി
ശത്രു പ്രവർത്തിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാതായിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ദൈവപ്രവൃത്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ആമേൻ. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവരെ പ്രൈസർ ഫാമിലിയിലേക്ക് കൂട്ടിവരുത്തുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ല എങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആലയത്തിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, ആരാധിച്ച് വിടുതൽ പ്രാപിക്കാം. എന്നാ കണ്ടടച്ചോ, വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥന 6ാമത്തെ ദിവസം. അപ്പാ, മനുഷ്യരുടെ പ്രവൃത്തികൾ, സാഹചര്യങ്ങളുടെ പ്രവൃത്തികൾ, പിശാചിൻ്റെ പ്രവൃത്തികൾ ഇവരെ കരയുന്നവരും തളർന്നവരും ഭയപ്പെടുന്നവരുമാക്കി മാറ്റി. ഇന്ന് അപ്പനങ്ങ് ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആർക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ എല്ലാ തടസ്സങ്ങളെയും അങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങ് ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ അനുഭവങ്ങളെ നൽകി മാനിച്ചാട്ടെ. തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും മാറട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ, ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. തടഞ്ഞു വച്ചിരിക്കുന്ന അനുഭവങ്ങൾ, ശത്രു തടഞ്ഞു വച്ചിരിക്കുന്ന നന്മകൾ ഇവരുടേതായി മാറട്ടെ. നന്മകളുടെ മേൽ അവകാശം പറയുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ, പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, വിസ പ്രോബ്ലങ്ങളിൽ പിടിക്കപ്പെട്ടായിരിക്കുന്നവർ, ജോലിക്കായി കടന്നുപോയി ജോലിയില്ലാതെ പറ്റിക്കപ്പെട്ടായിരിക്കുന്നവർ, അപ്പോൾ വഴി തുറക്കണമേ കർത്താവ്. നാട്ടിൽ കടന്നു വരുവാൻ കഴിയാതെ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ, അപ്പോൾ വഴി തുറക്കണമേ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. രോഗികൾ ഇന്ന് സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ അടിയനെ കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനവും അഴിഞ്ഞു മാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, താങ്ക് യു ലോർഡ്. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ, ആ തടസ്സം മാറട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. മക്കൾ ജനിക്കട്ടെ. ചില വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തത് കൊണ്ട് ആ മകൾ ഭവനത്തിനകത്തായിരിക്കുക. മാതാവ് നിൻ്റെ മകളെക്കുറിച്ചാണ് പ്രാർത്ഥിക്ക്, ഉദരഫലം ജനിക്കുക. താങ്ക് ഗോഡ്. വിദ്യാഭ്യാസത്തെ കെട്ടിയ കെട്ടുകൾ മുഖാന്തരം ഡിപ്രഷനിൽ വീട്ടിനകത്തായിരിക്കുന്ന തലമുറകൾ വിടുവിക്കപ്പെടുക. ആ ഡിപ്രഷൻ വിട്ടുമാറുക. ആമേൻ. താങ്ക് യു ലോർഡ്. പഠന വൈകല്യങ്ങൾ മാറിപ്പോകുക. ബുദ്ധിമണ്ഡലങ്ങളെ കെട്ടിയ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടിമാറുക. അഡ്മിഷനുകൾ ലഭിക്കുക. നല്ല റിസൾട്ടുകൾ ഉണ്ടാകുക. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങ് പ്രവർത്തിക്കണമേ. സ്വന്തം ഭവനം അങ്ങ് നൽകി മാനിച്ചാട്ടെ. വാടക വീടുകളെന്ന നിരാശ മാറട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. എല്ലാ കടഭാരവും മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ, ആമേൻ. ആത്മീയ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ ജനത്തെ അങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഏറ്റവും വലിയത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കുവാൻ ഈ ജനത്തെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഫാദമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. ആദ്യവരേക്കും പ്രിയരെ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.